നമസ്കാരം. ലാനി സെഡിഫൈഡ് പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലിക്വിഡേഷൻ എന്ന സബ്ജക്റ്റാണ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ലിക്വിഡേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ചാപ്റ്ററായ ലിക്വിഡേഷൻ. എന്താണ് ലിക്വിഡേഷൻ, ഏതെല്ലാം രീതിയിൽ അത് ചെയ്യുന്നു, ഏതെല്ലാം സന്ദർഭങ്ങളിൽ ചെയ്യുന്നു, ലിക്വിഡേറ്റർ ആരാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്താണ്, അതേപോലെ ലിക്വിഡേറ്റേഴ്സിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എന്താണ്, ഒരു ക്യാഷ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. എല്ലാ അസറ്റ്സും ഏതാണോ ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി അതിന്റെ എല്ലാ അസറ്റ്സും കിട്ടാവുന്ന ക്യാഷ് എല്ലാം കളക്ട് ചെയ്യുന്നു. അതിനനുസരിച്ച് കിട്ടിയ എമൗണ്ടിനനുസരിച്ച് പേയ്മെന്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു ക്യാഷ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിൽ തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്. അതിൽ എല്ലാ റെസീപ്റ്റ്സുകളും ഡെബിറ്റ് സൈഡിലും എല്ലാ പേയ്മെന്റ്സുകളും ഇൻ ദ ഓർഡർ, ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിൽ തന്നെയാണ് ഇവിടെ പേയ്മെന്റുകൾ കൊടുക്കുന്നത്. ഈ രീതിയിലാണ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഈ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ഐറ്റം മാത്രം ഇത്ര പെർസെൻറ്റേജ്, ഇന്നതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ആ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നു, അതിന് രണ്ട് രീതിയിൽ ഈ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ചെയ്യുന്നത്, മെയിൻ പ്രോബ്ലത്തിന്റെ വർക്കിംഗ് നോട്ടായിട്ടോ അല്ലെങ്കിൽ ചെറിയ പ്രോബ്ലംസ് ആയിട്ടോ അത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ, അതായത് രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇഫ് ദ എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഈസ് സഫിഷ്യന്റ് ടു മേക്ക് ദ ഫുൾ പേയ്മെന്റ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എല്ലാം കിട്ടി, അതിനുശേഷം ലീഗൽ ചാർജസ് കൊടുത്തു, ലിക്വിഡേറ്റേഴ്സിന്റെ റെമ്യൂണറേഷൻ കൊടുത്തു, അതുപോലെ ഡിബഞ്ചേഴ്സിന് കൊടുത്തു, പിന്നീടാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത്, അല്ലെ? ഈ രീതിയിൽ ഇത്തരത്തിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ട എമൗണ്ടിന് സഫീഷ്യൻ്റ് ആയിട്ടിരുന്നാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2 lakhs rupees ആണ് എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രകാരം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് 2 lakhs ആണ്. പക്ഷേ നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്ത് ഇത്തരത്തിൽ കൊടുക്കാനുള്ള ഓർഡറിൽ കൊടുത്തു വന്നു കഴിഞ്ഞപ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് 2,50,000, അതായത് 2.5 ലക്ഷം നമ്മുടെ കൈവശമുണ്ട്. എത്ര കൊടുത്താൽ മതി? 2 ലക്ഷം അവർക്ക് കൊടുത്താൽ മതി. അതിനെയാണ് സഫിഷ്യന്റ് ടു മേക്ക് ഫുൾ പേയ്മെന്റ് എന്ന് പറയുന്നത്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് 2 ലക്ഷം കൊടുക്കാനുള്ളൂ, പക്ഷെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ബാലൻസ് ആയിട്ട് എത്രയുണ്ട്? 2.5 ലക്ഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ, അതായത് കൊടുക്കേണ്ട ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനാളും കൂടുതലാണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എങ്കിൽ ലിക്വിഡേറ്റേഴ്സിന്റെ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുന്നത് എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, എത്രയാണോ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ എത്രയാണ് കൊടുക്കാനുള്ളത്? 2 lakhs ആണ്. ആ 2 lakhs ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണോ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ പെർസെൻറ്റേജ്. ഇപ്പോൾ ഇവിടെ ഒരു 5% ആണെങ്കിൽ 5%, 3% ആണെങ്കിൽ 3%, 3/100, ആ രീതിയിൽ കണ്ടുപിടിക്കാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് എമൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ടിനേക്കാൾ കുറവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 2 lakhs ആണ്, പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് 1,50,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 50,000 കുറവ് അവിടെ ഉണ്ട്, അല്ലെ? അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ലിക്വിഡേറ്റേഴ്സിന്റെ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ലിക്വിഡേറ്റേഴ്സിന്റെ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുന്നത് എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 1,50,000 ഇൻറ്റു 10/100 പ്ലസ് പെർസെൻറ്റേജ്, അതായത് ഇൻറ്റു പെർസെൻറ്റേജ് ബൈ 100 പ്ലസ് പെർസെൻറ്റേജ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 3% ആണെന്ന് വിചാരിക്കാം. നമ്മൾ 1,50,000 ആണ് അവൈലബിൾ എമൗണ്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൈലബിൾ എമൗണ്ട് 1,50,000 ഇൻറ്റു 3% ആണെങ്കിൽ 3/100 പ്ലസ് 3,
അല്ലെങ്കിൽ 5% ആണെങ്കിൽ 5/100+5 ആ രീതിയിലാണ് ലിക്വിഡേറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ കണക്കാക്കുന്നത്. അപ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്മേൽ ഇത്ര പെർസെൻറ്റേജ് ലിക്വിഡേറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ കണക്കാക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 2 രീതിയിൽ അത് തയ്യാറാക്കും. ഒന്ന്, എമൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എത്രയാണോ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് അതിൻ്റെ ഡയറക്റ്റ് പെർസെൻറ്റേജ് നമുക്ക് കണക്കാക്കാം. 3% ആണെങ്കിൽ 3%, 5% ആണെങ്കിൽ 5%, 7% ആണെങ്കിൽ 7% ആ രീതിയിൽ കണക്കാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എമൗണ്ട് അവൈലബിൾ കൊടുക്കേണ്ട എമൗണ്ടിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ എമൗണ്ട് അവൈലബിൾ എത്രയുണ്ടോ അതിൻ്റെ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 + that percentage. ഈ രീതിയിലാണ് കണക്കാക്കുന്നത്. ഈ ഒരു എക്സാമ്പിളിന് ഈ ഒരു ഇക്വേഷന് ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ദ എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 6 lakhs ആണ്. പക്ഷേ എമൗണ്ട് അവൈലബിൾ ഫോർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ബിഫോർ ചാർജിങ് കമ്മീഷൻ ഓൺ എമൗണ്ട് പെയ്ഡ് ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഈസ് 4,12,000. നോക്കുക, ഡ്യൂ ടു 6,000 ആണ്, കൊടുക്കേണ്ടത് 6 lakhs ആണ്, പക്ഷേ അവൈലബിൾ ആയിട്ടുള്ളത് 4,12,000 ആണ്. നമുക്ക് 3% ആണ് കമ്മീഷൻ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷൻ ആയിരിക്കും ചെയ്യേണ്ടത്? നമ്മൾ ഡ്യൂ ആയിരിക്കുന്നത് കൊടുക്കേണ്ടത് 6 lakhs ആണ്, പക്ഷെ നമുക്ക് 4,12,000 ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനാണ്? ഈ സെക്കൻഡ് കണ്ടീഷനാണ് വരാം. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്താണ് ഇക്വേഷൻ? എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട്? 4,12,000 ഇൻറ്റു 3/103. ഈ രീതിയിലായിരിക്കും കണക്കാക്കേണ്ടത്. 12,000 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിവിടെ എമൗണ്ട് അവൈലബിൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നേരെ തന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്? എമൗണ്ട് അവൈലബിൾ എത്രയാണെന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കേണ്ടത് എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഐറ്റംസ് അനുസരിച്ച് ഈ ഐറ്റംസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അതേപോലെ ഇവിടെ അസറ്റിൽ നിന്ന് റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, ഇതിൽ നിന്ന് മാത്രമല്ല, ഇവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അസറ്റ്സ് മാത്രമല്ല, നമ്മുടെ കൈവശമുള്ള ക്യാഷ്, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത്, അതേപോലെ ഏതെങ്കിലും ഷെയറിൻ്റെ ഫുള്ളായിട്ടുള്ള എമൗണ്ട് കിട്ടാതെ ഉണ്ടെങ്കിൽ അത്, അൺപെയ്ഡ് എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്, ഇതെല്ലാം നമ്മൾ എമൗണ്ട് ഇതിൽ നിന്ന്, അതായത് കളക്ട് ചെയ്യുന്ന എമൗണ്ടുകളെല്ലാം ഇവിടെ എഴുതുക. അതിൽ നിന്ന് ലിക്വിഡേഷൻ എക്സ്പെൻസസ്, ലിക്വിഡേറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ, അതായത് അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ റെമ്യൂണറേഷൻ അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കും, അതാണ് ഇവിടെ എഴുതുന്നത്. പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ഈ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. ഡിബഞ്ചേഴ്സ്, ലീഗൽ ചാർജസ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ നമുക്ക് അവൈലബിൾ എമൗണ്ടിൽ നിന്ന്, അതായത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് ഈ എക്സ്പെൻസുകളെല്ലാം കുറച്ചിട്ട് ബാക്കി കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതാണ് എമൗണ്ട് അവൈലബിൾ ഫോർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഈ എമൗണ്ടും അതുപോലെ എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സും, അത് രണ്ടുമാണ് കമ്പയർ ചെയ്യേണ്ടത്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഏത് കൂടുതൽ ഏത് കുറവ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഇക്വേഷൻ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക മറ്റൊരു ക്വസ്റ്റ്യൻ. ഓൺ ലിക്വിഡേഷൻ ഓഫ് കൈലാഷ് ലിമിറ്റഡ് ദ എമൗണ്ട് റിയലൈസ്ഡ് ബൈ സെയിൽ ഓഫ് അസറ്റ് ഈസ് 3 lakhs ആൻഡ് എമൗണ്ട് ഡ്യൂ ഈസ് 3,40,000. എമൗണ്ട് റിയലൈസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് 3 lakhs, എമൗണ്ട് ഡ്യൂ ആയിരിക്കുന്നത് 3,40,000 ആണ്. ഇതിൽ തന്നെ 10,000 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് കമ്മീഷൻ കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത് 3% ഓൺ എമൗണ്ട് റിയലൈസ്ഡ് ആൻഡ് 2% ഓൺ ദ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. 2 രീതിയിൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് റിയലൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയ എമൗണ്ട്, അതായത് 3 lakhsന്റെ 3%, അതേപോലെ തന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന് എത്രയാണോ അതിൻ്റെ 2% നമുക്ക് കമ്മീഷൻ കണക്കാക്കണം. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അവൈലബിൾ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് 3,40,000 ഉണ്ട്. അതിൽ 10,000 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് മറ്റൊരു രീതിയാണ്. ഫസ്റ്റ് നമുക്ക് 3 lakhsന്റെ എത്ര പെർസെൻറ്റേജ്? 3%. അത് ഡയറക്റ്റ് തന്നെ കാണാം, അതിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഈ ഒരു സെക്ഷൻ വരുമ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ടിന്മേൽ കൊടുക്കുന്ന എമൗണ്ടിന്മേലുള്ള പെർസെൻറ്റേജ് കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ വർക്കിംഗ് നോട്ട് എക്സ്ട്രാ വർക്കിങ്സ് ഒക്കെ വരുള്ളൂ.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം കമ്മീഷൻ ഓൺ ദ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അസറ്റ്സ് എത്രയാണ് 3 lakhs ഇൻറ്റു എത്ര പെർസെൻറ്റേജ് 3% 90,000 നേരെ എഴുതി. ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത് കമ്മീഷൻ ഓൺ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ കമ്മീഷൻ അത് 2% ആണെന്ന് അറിയാം. ഇനി ആ 2% എങ്ങനെ കണക്കാക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കണം. എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം 3,40,000. ഇനി എമൗണ്ട് അവൈലബിൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. എമൗണ്ട് റിയലൈസ് ചെയ്തിരിക്കുന്നത് 3 lakhs ആണ്. അതിൽ നിന്ന് എന്തൊക്കെ കൊടുക്കാനുണ്ട് 90,000 റുപ്പീസ് ആർക്ക് കൊടുക്കണം ഇവിടെ ഫസ്റ്റ് നോക്കുക കമ്മീഷൻ കൊടുക്കണം. അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ കമ്മീഷൻ ലിക്വിഡേറ്റർക്ക് കൊടുക്കണം. അപ്പോൾ അത് ലെസ് ചെയ്യണം. പിന്നെ ഒരു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് 10,000 ഉണ്ട്. അത് അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് അത് ലെസ് ചെയ്യണം. ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനുള്ളിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന എമൗണ്ടിൻ്റെയും 2% കമ്മീഷൻ നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ കമ്മീഷൻ ഓൺ ടു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് 10,000 ഇൻറ്റു 2/100 അങ്ങനെ 200. ഇത്രയും എമൗണ്ട് നമുക്ക് ഈ എത്രയാണ് 3 lakhs നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. അത് കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് 2,80,800 ഇതാണ് എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. 2,80,800. എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 3,40,000 ആണ്. അപ്പോൾ നമുക്ക് ഡ്യൂ ടുവിനേക്കാളും കുറവാണ് അവൈലബിൾ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അവൈലബിൾ എമൗണ്ട് എത്രയാണോ അത് ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ദാറ്റ് പെർസെൻറ്റേജ് അങ്ങനെ ഇത്രയും രൂപ കിട്ടും. പിന്നെ നമ്മൾ ഇത് കൂടാതെ ഒരു കമ്മീഷനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഈ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനുള്ളിൽ വന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ 2% അത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് 200 അതും കൂടെ കൂട്ടി മൊത്തം 14,706 ആണ് ലിക്വിഡേറ്റേഴ്സിൻ്റെ റിമ്യൂണറേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു പ്രോബ്ലം കൂടെ ഇവിടെ നോക്കാം. ഇത് ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതിനുള്ള പ്രോബ്ലമാണ്. XY ലിമിറ്റഡ് went to liquidation on 30th ജൂണിനാണ് അവർ ലിക്വിഡേഷൻ നടത്തുന്നത്. ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഇവിടെ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതൊക്കെയാണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് 10,000, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 1,50,000, 15% ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്, 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ലിക്വിഡേഷൻ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ലിക്വിഡേറ്റേഴ്സിന് റെമ്യൂണറേഷൻ 2% ഓഫ് അസറ്റ്സ് റിയലൈസ്ഡ്, അതുപോലെ 3% ഓഫ് എമൗണ്ട് പെയ്ഡ് ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സും ആണ്. അതിൽ ഇൻക്ലൂഡിംഗ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂ 4,80,000 ആണ്. അപ്പോൾ നമുക്ക് വേറെ വാല്യൂസ് ഒന്നും ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ അങ്ങനെയുള്ള എമൗണ്ടുകളൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അസറ്റ് ഇത് ഇക്വിറ്റി ഷെയറിൻ്റെ ഒക്കെ ഫുള്ളി പെയ്ഡുമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും എമൗണ്ട് കിട്ടാനില്ല. അപ്പോൾ നമുക്ക് റെസീപ്റ്റ് ആയിട്ട് കിട്ടുന്നത് സൺട്രി അസറ്റ്സ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന ഈ 4,80,000 മാത്രമാണ്. അപ്പോൾ അത് എമൗണ്ട് അവിടെ എഴുതാം. ഇനി പേയ്മെൻറ്റ് സൈഡിലെ ഫസ്റ്റ് എഴുതേണ്ട ഐറ്റം ലിക്വിഡേറ്റേഴ്സ് എക്സ്പെൻസസ് ആണ്. നമുക്ക് ഐറ്റം ഇവിടെ തന്നിട്ടുണ്ടോ നോക്കാം. ലിക്വിഡേറ്റേഴ്സ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട് 2 lakhs. അപ്പോൾ അത് അവിടെ കൊടുക്കാം. ലിക്വിഡേറ്റേഴ്സ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത് നോക്കുക, 2 lakhs അല്ല 2,000 തന്നിട്ടുണ്ട്. അത് അവിടെ 2,000 എഴുതാം. അടുത്തത് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ് അടുത്ത ഐറ്റം ആയിട്ട് എഴുതേണ്ടത്. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ നമ്മൾ വർക്കിംഗ് നോട്ട് എഴുതി ചെയ്യണം. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ വരുന്നത് ഫസ്റ്റ് വരുന്നത് എത്രയാണ് 2% ഓഫ് അസറ്റ്സ് റിയലൈസ്ഡ്. അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ 2% അത് നമുക്ക് നേരെ കാണാം. 2% ഓഫ് അസറ്റ്സ് റിയലൈസ്ഡ്, 2% ഓഫ് 4,80,000 അത് ഡയറക്റ്റ് ആയിട്ട് റിയലൈസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ദാ ഇവിടെ നോക്കുക, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് സെക്യൂരിറ്റീസ് റിയലൈസ് ചെയ്തപ്പോൾ ഒരു 1,20,000 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. 1,20,000 നമുക്ക് അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 4,80,000 കൂടാതെ 1,20,000 അസറ്റ് റിയലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക അതെന്തുകൊണ്ട് ഇവിടെ എഴുതിയില്ലാന്ന്. അതിവിടെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം അത് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാങ്കിലൊക്കെ ലോൺ എടുക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുക്കാറില്ലേ, ലാൻഡൊക്കെ സെക്യൂരിറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ അത്
ആ ബാങ്ക് ലോൺ അടയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ നോക്കാം 1,60,000 ആണ് നമുക്ക് എന്താണ് ലയബിലിറ്റി ഉള്ളത്. പക്ഷെ അതിന് സെക്യൂരിറ്റി വെച്ച് അസറ്റ് വിറ്റപ്പോൾ 1,20,000 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ എക്സസ് എമൗണ്ട് ഒന്നും തന്നെ ഇല്ല. എക്സസ് എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാമായിരുന്നു. എക്സസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സെക്യൂരിറ്റി അസറ്റ് റിയലൈസ് ചെയ്തതിന്മേലാണ് നമ്മൾ ഈ എമൗണ്ട് ലിക്വിഡേറ്റേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. അത് എടുക്കുമ്പോൾ ഇത് മാത്രമല്ല അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട്, ഇതും കൂടി ഇൻക്ലൂഡഡ് ചെയ്തിട്ട് 6 lakhs നേരെ 2% കണ്ടുപിടിച്ചു 12,000. ഇനി അടുത്ത ഇത് മാത്രമല്ല ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്, എന്തും കൂടിയുണ്ട്, 3% of amount paid to unsecured creditors including preferential creditors എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, 3% of amount paid to unsecured creditors including preferential creditors എത്രയുണ്ട് നോക്കാം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് നോക്കാം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 10,000 അല്ലേ. അപ്പോൾ നമുക്ക് എത്രയാണ് ഈ അവൈലബിൾ, നമുക്ക് എത്ര അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 1,50,000 ആണ്, പ്ലസ് 10,000 അങ്ങനെ 1,60,000 ആണ്. 1,60,000. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് 10,000 ഉണ്ട്, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 1,50,000 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് വരും അല്ലേ. എത്രയാണ്? 1,60,000 ആണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. പക്ഷേ സെക്യൂരിറ്റി റിയലൈസ് ചെയ്തപ്പോൾ 1,20,000 കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് 40,000 നമുക്ക് എന്താണ്, അതും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ പെടുന്നതാണ്. അങ്ങനെ മൊത്തം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 2 lakhs ആണ്. 2 lakhs എമൗണ്ട് ആണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഇതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 1,50,000 മാത്രമാണല്ലോ തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ഐറ്റം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1,50,000 ഈ 40,000 മാത്രം എടുത്താൽ മതിയാകും. അതല്ല ഇതും ഇങ്ങനെ ഒരു ഐറ്റം ഇല്ല, ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും ഇല്ല എന്നുണ്ടെങ്കിൽ 1,50,000 മാത്രമാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനുള്ള എമൗണ്ട്. അപ്പോൾ അത് നോക്കിയെടുക്കുക. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് തന്നെ അവർക്ക് ഇനഫ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ല. സെക്യൂരിറ്റി വെച്ച അസറ്റ് വിറ്റപ്പോൾ അത്രയും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ബാലൻസ് കൂടി നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ ആഡ് ചെയ്യും. അങ്ങനെ 2 lakhs ആണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. ഇനി എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എത്രയുണ്ടെന്ന് നോക്കാം. 4,80,000 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അസറ്റിന്റെ ബാലൻസ്, അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് ലിക്വിഡേറ്റേഴ്സ് എക്സ്പെൻസസ് കുറയ്ക്കണം. പിന്നെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച അസറ്റിന്മേലുള്ള റെമ്യൂണറേഷൻ 12,000 അത് കുറയ്ക്കണം. പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കുറയ്ക്കണം 10,000 പ്ലസ് ഡിബഞ്ചേഴ്സിന് കൊടുക്കേണ്ടത്, ഇതും കൊടുക്കേണ്ട എമൗണ്ട് ആണ് അല്ലേ, അതും കൂടെ കുറച്ചിട്ട് ബാക്കി 2,56,000 ആണ് എമൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് 2 lakhs അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എമൗണ്ട് അവൈലബിൾ എക്സസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിൽ കണക്കാക്കണം. 2 lakhsന്റെ ഫസ്റ്റ് ഇക്വേഷൻ 3/100 6,000. അങ്ങനെ ടോട്ടൽ റെമ്യൂണറേഷൻ 18,000 ആണ് ആർക്ക് കൊടുക്കേണ്ടത്, ലിക്വിഡേറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ 18,000. പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട 2 lakhs, അതുപോലെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട 10,000. ഇനി ഇവിടെ ഒരു ഡെഫിഷ്യൻസി കൊടുത്തു തീർക്കണമല്ലോ 40,000 അല്ലേ, അതും കൊടുക്കാറുണ്ട്. അപ്പോൾ അതും അൺസെക്യൂർഡിൻ്റെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിഷ്യൻസി ഇൻ പാർട്ട്ലി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 40,000. പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ട 1,50,000. അങ്ങനെ ഇതിപ്പോൾ ഈ 2 lakhs എന്നുള്ളത് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് പാർട്ട്ലി പെയ്ഡ് സെക്യൂരിറ്റീസ് അൺസെക്യൂർഡ്, ഇത് ഒരുമിച്ച് ഒറ്റയടിക്ക് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് കൊടുക്കാനുള്ളത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്ന 4,80,000 ആണ്. അത് ഇനി കൊടുക്കാനൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് ഇനി ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്? ഇത്രയും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞു, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞു, ലിക്വിഡേഷൻ എക്സ്പെൻസസ് നമ്മൾ കൊടുത്തു, ഈ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ആകെ 2 പേരുള്ളൂ. ഒന്ന് ആരാണ്? ഈ 12% പ്രിഫറൻസ് ഷെയർസും, മറ്റൊന്ന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും. അപ്പോൾ ഇതിൽ 2 ഇനി ബാക്കി നമുക്ക് 60,000 rupees നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ടോട്ടലും ഇതിൻ്റെ
ടോട്ടലും കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് ആണ് ഈ 60,000 കിട്ടിയിരിക്കുന്നത്. ഈ 60,000 ഇനി ആർക്ക് കൊടുക്കും? ഈ രണ്ട് കാറ്റഗറിയിലെ ഏത് ഷെയർ ഹോൾഡേഴ്സിനാണ് പ്രിഫറൻസ് ഉള്ളത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഈ 60,000 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ബാലൻസിങ് ഫിഗർ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. 60,000. ഇത്രയേ ഉള്ളൂ ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കൈവശം കിട്ടിയ ക്യാഷ് എല്ലാം ഈ സൈഡിൽ എഴുതുക, കൊടുക്കുന്ന എല്ലാം ഈ സൈഡിൽ എഴുതി പോവുക. അതേ ഓർഡറിൽ തന്നെ എഴുതി പോവുക. എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ കൊടുക്കുക. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മുഴുവനായിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് എന്ന് വിചാരിക്കുക, 3 lakhs ഉണ്ട്, എന്നിട്ടും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ഉള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ചെയ്ത് പോകുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.